ഹലോ എവ്രിവൺ. എൻ്റെ പേര് ഡോക്ടർ അർജുൻ രവി. ഞാൻ നങ്ങേലിലായിരുന്ന കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അമിതമായ രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ ആണ്. ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, അതായത് കാർഡിയോവാസ്കുലർ ഡിസീസ് ഇതെല്ലാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന കാറ്റഗറിയുടെ അണ്ടറിലാണ് വരുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാത്ത അസുഖങ്ങളെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വിളിക്കുന്നത്. സോ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്ന ഡിസീസസ്. ഫോർ എക്സാമ്പിൾ കോവിഡ്, ചിക്കൻ പോക്സ് ഇതുപോലുള്ള ഡിസീസസിനാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പഠിക്കാം. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ദ ടോപ്പിക്, it is the commonest cardiovascular disorder posing a major public health challenge to population in socio-economic and epidemiological transition. It is one of the major risk factors for cardiovascular mortality, which accounts for 20 to 50% of all death. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാർഡിയോ വാസ്കുലർ ഡിസോർഡർ ആണ്. കാർഡിയോ വാസ്കുലർ എന്ന് പറയുമ്പോൾ കാർഡിയോ എന്ന് പറയുന്ന വാക്ക് ഹൃദയത്തിനും വാസ്കുലർ എന്ന് പറയുന്നത് ആർട്ടറീസിനെയും വെയിൻസിനെയും സൂചിപ്പിക്കുന്നു. സോ കോമണസ്റ്റ് കാർഡിയോ വാസ്കുലർ ഡിസീസ് ആണ് എന്ത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഒരു മേജർ പബ്ലിക് ഹെൽത്ത് ചാലഞ്ച് തന്നെയാണ് ഇൻ സോഷ്യോ എക്കണോമിക് ആൻഡ് എപ്പിഡമോളജിക്കൽ ട്രാൻസിഷനിൽ. ഇറ്റ് ഇസ് വൺ ഓഫ് ദ മേജർ റിസ്ക് ഫാക്ടർ ഫോർ കാർഡിയോവാസ്കുലർ മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ അസുഖം കാരണം വരുന്ന മരണങ്ങളെയാണ് കാർഡിയോവാസ്കുലർ മോർട്ടാലിറ്റി എന്ന് പറയുന്നത്, വിച്ച് അക്കൗണ്ട്സ് ഫോർ 20 to 50% ഓഫ് ഓൾ ഡെത്ത്സ്. അതായത് 28-50% വരുന്ന എല്ലാ മരണങ്ങൾക്കും കാരണമായിട്ട് വരുന്നത് നമുക്ക് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിതമായ രക്തസമ്മർദ്ദമാണ്. Hypertension is a chronic condition of concern due to its role in causation of coronary heart disease, stroke, and other vascular complications. കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി അല്ലെങ്കിൽ കൊറോണറി ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ സ്ട്രോക്ക് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. സ്ട്രോക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിനെ ഡിസ്കസ് ചെയ്യും. മെയിൻ ആയിട്ട് വരുന്നത് ഹെമറേജിക് ഷോക്കും ഇസ്റ്റിമിക് ഷോക്കും ആണ്. ഓക്കെ, ഹെമറേജിക് എന്ന് പറയുന്ന അമിതമായ രക്തസമ്മർദ്ദം മൂലം രക്തധമനികൾ പൊട്ടുന്നത് കാരണം, അതായത് ബ്രെയിനിനകത്ത് പൊട്ടുന്നത് കാരണം വരുന്ന സ്ട്രോക്ക് അഥവാ ഒരു സൈഡ് തടന്നു പോകുക അല്ലെങ്കിൽ രണ്ട് സൈഡ് തടന്നു പോകുന്നതിനൊക്കെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അതുപോലുള്ള അസുഖങ്ങൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കാരണം വരുന്നു. സോ മെയിൻ ആയിട്ട് കൊറോണറി ഹാർട്ട് ഡിസീസും സ്ട്രോക്കും പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസും ആണ് ഹൈപ്പർ ടെൻഷൻ മൂലം ഒരു രോഗിക്ക് വരുന്നത്. സർ ജോർജ് പെക്കറിംഗ് ഫസ്റ്റ് ഫോർമുലേറ്റഡ് കൺസെപ്റ്റ് that blood pressure in a population is distributed continuously as a bell-shaped curve with no real separation between normotension and hypertension. സോ ജോർജ് പെക്കറിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഈ ബ്ലഡ് പ്രഷറിനെ ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് കർവ് എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ താഴെ കാണുന്ന ഫോട്ടോ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കർവ് ആണ്. വിത്ത് നോ റിയൽ സെപ്പറേഷൻ ബിറ്റ്വീൻ നോർമോ ടെൻഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷൻ. നോർമോ ടെൻഷനും ഹൈപ്പർ ടെൻഷനും തമ്മിൽ വലിയ സെപ്പറേഷൻസ് വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സർ ജോർജ് പെക്കറിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ദർ ഇസ് ഓൾസോ ഹൈ റിലേഷൻ ബിറ്റ്വീൻ കാർഡിയോവാസ്കുലർ റിസ്ക് ആൻഡ് ബ്ലഡ് പ്രഷർ. അതായത് കാർഡിയോവാസ്കുലർ ഡിസീസസിലുള്ള റിസ്ക് ബ്ലഡ് പ്രഷർ കൂടുന്നതനുസരിച്ച് കൂടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്. സോ ദ ഹയർ ദ ബ്ലഡ് പ്രഷർ, the higher risk of both stroke and coronary events. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷർമെന്റ്സ്. നമ്മൾ ഹൈപ്പർ ടെൻഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ടോപ്പിക്സ് ആണിത്. നമുക്കറിയാം ഒരാൾ ബി പി ചെക്ക് ചെയ്യുമ്പോൾ 120, 180, 120/80 അല്ലെങ്കിൽ 140/80 ഒക്കെ വരുമ്പോൾ അത് ഏത് കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? 120/80 mm Hg ആണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്നാണ് നമ്മൾ നോർമൽ ആയിട്ട് പറയാം. ബട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി അല്ലെങ്കിൽ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ 120 താഴെയോ 80 താഴെയോ വരികയാണെങ്കിൽ അത് നമ്മുടെ ഒപ്റ്റിമൽ ബ്ലഡ് പ്രഷർ എന്നാണ് വിളിക്കുന്നത്. അതിനെ നോർമൽ എന്നല്ല വിളിക്കുന്നത്, ഒപ്റ്റിമൽ ബ്ലഡ് പ്രഷർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ നോർമൽ ഏതാണ്? 120 to 129 ഓഫ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആൻഡ് 80 to 84 ഓഫ് ഡയാസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെയാണ് നമ്മൾ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഹൈ നോർമൽ എന്ന് പറയുന്നത് നോർമലിനേക്കാൾ കുറച്ചുകൂടി ഹൈ വരുന്നത് ഏത് കാറ്റഗറിയാണ്? 130 to 139ഉം 85 to 89ഉം വരുന്നതാണ്. ഓക്കെ, ഇനിയാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ആയിട്ട് വരുന്നത്. ഹൈപ്പർ ടെൻഷന് നമ്മൾ 3 ഗ്രേഡ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഗ്രേഡ് 1 ഹൈപ്പർ ടെൻഷൻ, ഗ്രേഡ് 2 ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഗ്രേഡ് 3 ഹൈപ്പർ ടെൻഷൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് വാല്യൂസ് വന്നിട്ട് ഏത് ഗ്രേഡിലാണ് വരുന്നത് എന്നൊക്കെ എടുത്ത് ചോദിക്കാവുന്നതാണ്. സോ ഇതിനകത്ത് 140ക്കും 159നും ഇടയ്ക്കാണ് സിസ്റ്റോളിക്കും, 90ക്കും 99നും ഇടയ്ക്കാണ് ഡയസ്റ്റോളിക് എങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രേഡ് 1 ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് 160 to 179ഉം 100 to 109ഉം ആണെങ്കിൽ
ഗ്രേഡ് 2 ഹൈപ്പർ ടെൻഷൻ ആണ്. ഗ്രേറ്റർ ദാൻ 180 ആണ് സിസ്റ്റോളിക് ആൻഡ് ഗ്രേറ്റർ ദാൻ 110 ആണ് ഡയസ്റ്റോളിക് എങ്കിൽ അത് ഗ്രേഡ് 3 ഹൈപ്പർ ടെൻഷൻ ആണ്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും വരുന്നുണ്ട്. അതിനകത്ത് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ അല്ലെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140 മുകളിലായിരിക്കും, ബട്ട് ഡയാസ്റ്റോളിക് 90 താഴെയായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. അതായത് സിസ്റ്റോളിക്കിൽ മാത്രമേ ഹൈപ്പർ ടെൻഷൻ കാണിക്കുന്നുള്ളൂ, ഡയാസ്റ്റോളിക് 90 താഴെയായിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. When systolic and diastolic pressure fall into different categories, the higher category should be selected to classify individual blood pressure. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. സി ഇപ്പോ ഒരെണ്ണം ഇപ്പൊ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 160-നും 179-നും ഇടയ്ക്കാണ്. ബട്ട് ഡയാസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എത്രയാണ്, 85-നും 89. അതായത് നോർമലിന്റെ കാറ്റഗറിയിലാണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റോളിക് ഗ്രേഡ് 2 ഹൈപ്പർ ടെൻഷനും ഡയാസ്റ്റോളിക് ഹൈ നോർമലിലും ആണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് എടുക്കേണ്ടത്, ഏതാണോ ഏറ്റവും കൂടുതലുള്ള വാല്യൂ അതിനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. സോ ഇഫ് എ പേഴ്സൺ ഈസ് ഹാവിംഗ് 162/82 എന്ന് പറയുന്ന ഒരു 85 എന്ന് പറയുന്ന ഒരു ബ്ലഡ് പ്രഷർ ആണ് വരുന്നതെങ്കിൽ അയാളെ നമ്മൾ ഗ്രേഡ് 2 ഹൈപ്പർ ടെൻഷൻ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഹയർ സാധനം ഏതാണ്, 160/179 വരുന്ന 162 എന്ന് പറയുന്ന ബ്ലഡ് പ്രഷർ ആണ് അല്ലേ. അപ്പോ അതാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ അഗൈൻ ഐ വിൽ എക്സ്പ്ലെയിൻ. ഒരാളുടെ ബ്ലഡ് പ്രഷർ 162/85 എന്നാണ് വരുന്നതെങ്കിൽ ഈ 162 വരുന്നത് ഗ്രേഡ് 2-ലും 85 വരുന്നത് ഹൈ നോർമൽ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. സോ ഹയർ വാല്യൂ ഏതാണ്, 162 ആയത് കാരണം നമുക്ക് അയാളുടെ ഹൈപ്പർ ടെൻഷൻ നമ്മൾ ഗ്രേഡ് 2 ഹൈപ്പർ ടെൻഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, isolated systolic hypertension defined as systolic blood pressure of 140 mmHg or more or diastolic blood pressure less than 90 mmHg. സിസ്റ്റോളിക്ക് മാത്രമേ 140-ന് മുകളിൽ ഉണ്ടാവുള്ളൂ, ഡയാസ്റ്റോളിക് അതിന്റെ കൂടെയുള്ള കാറ്റഗറിയിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു, സിസ്റ്റോളിക് ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഓർഗൻ ഡാമേജ്. അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടാണ് എന്ത്, ഓർഗൻസിൽ വരുന്ന ഡാമേജ്. ഓക്കെ, the extent of organ damage often correlate with the level of blood pressure. It is not always the case. Therefore, the blood pressure and organ impairment should be evaluated separately, since high blood pressure may be seen without organ damage, and conversely, organ damage may be present with only moderate elevation of blood pressure. See, organ damage ഉണ്ടാക്കുമെങ്കിൽ പോലും ഓർഗൻ ഡാമേജ് ഉണ്ടാക്കാത്ത ഹൈ ബ്ലഡ് പ്രഷർ കണ്ടീഷൻസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സോ ഹൈ ബ്ലഡ് പ്രഷർ മേ ബി സീൻ വിത്തൗട്ട് ഓർഗൻ ഡാമേജ്. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായിട്ടും ഓർഗൻ ഡാമേജ് വരാണ്ടിരിക്കാനും സാധ്യതയുണ്ട്. ഓർഗൻ ഡാമേജ് മേ ബി പ്രസന്റ് വിത്ത് മോഡറേറ്റ് എലവേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ ഓൾസോ. ചിലപ്പോൾ മോഡറേറ്റ് എലവേഷൻ ഉണ്ടെങ്കിൽ പോലും ഓർഗൻ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ എപ്പോഴും ഓർഗൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഷർമെന്റ്സ്, ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതാണ് ഒബ്സർവേഴ്സ് എറർ. ആരാണോ മെഷർ ചെയ്യുന്നത് അയാളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റ്. ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് വരാം, ഈ BP അപ്പാരറ്റസിൽ അല്ലെങ്കിൽ സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്ന അപ്പാരറ്റസിൽ വരുന്ന എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. സബ്ജക്ട് എറർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ എറർ, അതായത് ഫിസിക്കൽ എൻവിറോൺമെന്റ്, പൊസിഷനിങ് ഓഫ് ദ പേഷ്യന്റ്, എക്സ്റ്റേണൽ സ്റ്റിമുലൈ സച്ച് എസ് ഫിയർ, ആങ്സൈറ്റി. ചില ആൾക്കാർക്കുണ്ട്, എസ്പെഷ്യലി പ്രായ ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ടെൻഷൻ വരുന്നതാണ്, പെട്ടെന്ന് BP അപ്പ് കൂടും. സോ അപ്പൊ നമുക്ക് കറക്റ്റ് അവരുടെ BP ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് കണക്കാക്കാൻ പറ്റില്ല. ആ സമയത്തുള്ളൊരു കൂടുതലായിരിക്കാം ചിലപ്പോൾ. അതെ, ഓക്കെ. A WHO study group recommended the sitting position than supine position for recording blood pressure. സിറ്റിംഗ് ആണ് ബെറ്റർ മെത്തേഡ് ഫോർ മെഷറിംഗ് ബ്ലഡ് പ്രഷർ എന്നാണ് പറയുന്നത്, കിടത്തുന്നതിനേക്കാൾ. ഇനി വയ്യാത്ത പേഷ്യൻസിക്കാണ് നമുക്ക് കിടത്തിയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. In any clinic, a uniform policy should be adopted using either right or left arm consistently. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ റൈറ്റ് ആം ആണ് കൺസിസ്റ്റന്റ്ലി യൂസ് ചെയ്യുന്നത്, എല്ലാവർക്കും റൈറ്റ് ആം തന്നെ ചെയ്യാം. ലെഫ്റ്റ് ആം ആണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും ലെഫ്റ്റ് ആം ആയിട്ട് ചെയ്യാം. ഇരുത്തിയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും ഇരുത്തി തന്നെ ചെയ്യാം. ബിക്കോസ് WHO tells സിറ്റിംഗ് പൊസിഷൻ ആണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. അതൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ, the systolic and diastolic pressure should be measured at least 3 times over a period of last 3 minutes and lowest reading is recorded. നേരത്തെ പറഞ്ഞ പോലെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ സമാധാനമായിട്ടൊന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് 3 പ്രാവശ്യം മെഷർ ചെയ്യും, എന്നിട്ട് അതിന്റെ ലോവസ്റ്റ് റീഡിംഗ് ആണ് എടുക്കുക. ഓക്കെ, അതായത് 3 മിനിറ്റ് ഇടവിട്ട് 3 പ്രാവശ്യം മെഷർ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഏറ്റവും കുറവ് വന്ന സാധനമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് ആളൊന്ന് ശാന്തനായി കാണും, അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റീഡിംഗ് കിട്ടും. For the reason of comparability, data should be recorded everywhere in uniform way. ഒരേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരേ കയ്യിൽ തന്നെ എപ്പോഴും എടുക്കാനും ശ്രദ്ധിക്കുക. സോ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട്
ഹൈപ്പർ ടെൻഷൻ രണ്ട് രീതിയിലാണ് തരംതിരിക്കുന്നത്. പ്രൈമറി അഥവാ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി. അത് പ്രൈമറി എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ഇസ് ക്ലാസിഫൈഡ് as essential when the cause are generally unknown. And essential hypertension is the most prevalent form of hypertension, occurring for 90% of the cases of hypertension. Okay, see, ഈ ഫോം ഓഫ് രണ്ട് ടൈപ്പാണ് പറയുന്നത്, പ്രൈമറി സെക്കൻഡറി. അതിനകത്ത് പ്രൈമറി എന്ന് പറയുന്നതാണ് ജനറലി കോസ് അൺനോൺ ആയിരിക്കും. എന്ത് കാരണം കൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എസെൻഷ്യൽ അഥവാ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് 90% പേഷ്യൻസിനും കണ്ടുവരുന്ന ഹൈപ്പർ ടെൻഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, പ്രൈമറി അഥവാ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷന്റെ കോസ് എന്താണെന്ന് അറിയില്ല. അത് തന്നെയാണ് 90% പേഷ്യൻസിനും കണ്ടുവരുന്നത്. ഓക്കെ, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഡിസീസസ് നമുക്കുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കൂടുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അത് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡിന്റെ ട്യൂമേഴ്സ്, കൺജനൈറ്റൽ നാരോയിങ് ഓഫ് അയോട്ട. അയോട്ട എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു വലിയ ധമനിയാണ്. അതിന്റെ നാരോയിങ് ഉണ്ടെങ്കിലും പ്രഗ്നൻസി ടൈമിലെ ടോക്സീമിയ ഒക്കെ കാരണം നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരുവാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി 10% ഓഫ് ദ ടോട്ടൽ ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, മെജോറിറ്റി ഏതാണ്? കോസ് അറിയാൻ പാടില്ലാത്ത പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇസ് റൂൾ ഓഫ് ഹാഫ്സ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. റൂൾ ഓഫ് ഹാഫ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഏത് ഡിസീസിലാണെന്ന് പറഞ്ഞത് അത് ഹൈപ്പർ ടെൻഷൻ ആണ്. അത് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ളതിൽ പകുതി ആൾക്കാർ മാത്രമേ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുള്ളൂ. ആ ഡയഗ്നോസ് ചെയ്യുന്നതിൽ പകുതി ആൾക്കാർക്ക് മാത്രമേ ട്രീറ്റ്മെന്റ് കിട്ടുന്നുള്ളൂ. ആ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിൽ പകുതി ആൾക്കാർക്ക് മാത്രമേ അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നുള്ളൂ. ഇതാണ് റൂൾ ഓഫ് ഹാഫ്സ്. ഓക്കെ, സോ ഹൈപ്പർ ടെൻഷൻ ഒരു ഐസ്ബർഗ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഐസ്ബർഗ് എന്ന് വെച്ചാൽ എന്താ? മഞ്ഞുമല. സോ മഞ്ഞുമലിന് മുകളിൽ കാണുന്ന ഭാഗത്തിനേക്കാളും താഴെ കാണുന്ന ഭാഗമായിരിക്കും കൂടുതൽ. അത് തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ കാണുന്ന ഹൈപ്പർ ടെൻഷൻ വളരെ കുറവായിരിക്കും. അതിന്റെ അടിയിൽ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് റൂൾ ഓഫ് ഹാഫ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ പകുതി പേരെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുള്ളൂ. ആ ഡയഗ്നോസ് ചെയ്യുന്ന ആൾക്കാരിൽ പകുതി പേർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നുള്ളൂ. ട്രീറ്റ്മെന്റ് കിട്ടുന്നവരിൽ പകുതി പേർക്ക് അഡ്വക്വേറ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്നുള്ളൂ എന്നതാണ് റൂൾ ഓഫ് ഹാഫ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ റൂൾ ഓഫ് ഹാഫ്സ് ഇസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. വേർ ഇറ്റ് ഇസ് എക്സ്പ്ലെയിൻ? ഇറ്റ് ഈസ് എക്സ്പ്ലെയിനിങ് ഹൈപ്പർ ടെൻഷൻ. ഇനി ഇൻസിഡൻസ് ആണ് പറയുന്നത്. ഒരു 1.13 ബില്യൺ ആൾക്കാര് കില്ലിംഗ് 10 മില്യൺ പീപ്പിൾ എവറി ഇയർ. നമ്മൾ ടോട്ടൽ ഡെത്ത്സിൽ 20 to 50% ഓഫ് ഡെത്ത്സും ഹൈപ്പർ ടെൻഷൻ കാരണമാണ് പറഞ്ഞിരുന്നു അല്ലെ. ഓവറോൾ പ്രിവലൻസ് ഇൻ അഡൽട്സ് ഇസ് 30 to 40%. 30 to 40% അഡൽട്സിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ആൻഡ് മെനിൽ 24%, വുമനിൽ 20% ആണ്. ആൻഡ് ഹൈപ്പർ ടെൻഷൻ ബിക്കം പ്രോഗ്രസീവ്ലി മോർ കോമൺ വിത്ത് അഡ്വാൻസിങ് അല്ലെ. പ്രായം കൂടുന്നതനുസരിച്ച് ഹൈപ്പർ ടെൻഷൻ കൂടി കൂടി വരും. പ്രിവലൻസ് ഇസ് 60%, ഗ്രേറ്റർ ദാൻ 60% ഇൻ പീപ്പിൾ ഏജ്ഡ് ഗ്രേറ്റർ ദാൻ 60. 60 വയസ്സിന് മുകളിലുള്ള 60% ആൾക്കാർക്കും ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് നമ്പർ ഓഫ് ഹൈപ്പർ ടെൻഷൻ വിൽ ഇൻക്രീസ് ബൈ 25% ബൈ 2025. 2025 ആവുന്നതോടെ ഹൈപ്പർ ടെൻഷന്റെ നമ്പർ കൂടി വരും. അത് 25% കൂടുമെന്നാണ് പറയുന്നത്. These are all just incidences. You can just read it and go. You don't need to by heart all this. ഡാലി ഹാവ് ഇൻക്രീസ്ഡ് 40% സിൻസ് 1990. ഡാലി എന്ന് പറയുന്നത് എന്താ പറയാ, ഡേയ്സ് ലോസ്റ്റ് ഡ്യൂ ടു ഹൈപ്പർ ടെൻഷൻ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കുമ്പോൾ നമ്മൾ ഡാലി ഒക്കെ പഠിക്കും. ഓക്കെ, എന്താണെന്നുള്ളത്. ആൻഡ് പ്രിവലൻസ് ഇൻ ഇന്ത്യ 20% ഓഫ് വുമൺ ഏജ് 15 years and over have hypertension, including 12% with mildly elevated BP, 4% with a severely elevated BP, 40% women have BP within normal range. Almost 2/5 of women are pre-hypertensive, 1% taking medicine and have BP in normal range. ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ള പ്രിവലൻസ്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. കാണാപ്പാടം പഠിക്കുന്ന നിർബന്ധമില്ല. ഇന്ത്യയിലുള്ള 25% ഓഫ് മെൻ ഓവർ 15 hypertension, 16% mildly elevated BP, 4% moderate elevated BP, 2% severely elevated BP, 30% have normal BP. ഇതെല്ലാം just statistics ആണ്. ഓക്കെ, യു ജസ്റ്റ് ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. എല്ലാം കാണാപ്പാടം പഠിക്കുന്നത് എത്രത്തോളമാണ് ഇതിന്റെ ഭീകരത എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഗിവൺ ഇൻ ദ പാർക്ക് ടെക്സ്റ്റ് ബുക്ക് ആസ് പാർട്ട് ഓഫ് ദ സിലബസ്. സോ ജസ്റ്റ് വായിച്ചു വിടാം. Patterns by background characteristics for both men and women. Prevalence increases with age. Prevalence is higher among Sikhs, Jains, and Christians. And steep increase in hypertension with increase in body weight. That is 40% obese men and 20% obese women. ബോഡി വെയിറ്റ് കൂടുന്നതനുസരിച്ചും ഹൈപ്പർ ടെൻഷൻ കൂടുന്നതാണ് പറയുന്നത്. പിന്നെ സിഖുകളിലും ജെയിനുകളിലും ക്രിസ്ത്യൻസിലും ഹയർ പ്രിവലൻസ് കാണിക്കുന്നുണ്ട്.
റിവലൻസ് ഓഫ് വുമൺ ഹയസ്റ്റ് ഇൻ സിക്കിം. സിക്കിമിലുള്ള വുമണിനാണ് ഏറ്റവും കൂടുതൽ പ്രിവലൻസ് വരുന്നത്. മെൻ 50% ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് 45% ഇൻ സിക്കിം. മെണ്ണ് ഏറ്റവും കൂടുതൽ 15% ദദ്ര ആൻഡ് നാഗർ ഹവേലിയിലാണ്, 40% സിക്കിമിലാണ്. സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പർടെൻസീവ് ഉള്ള മെൻ ആൻഡ് വുമൺ ഉള്ള സിക്കിമിലാണെന്നുള്ള പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. സദേൺ സ്റ്റേറ്റ് ആ ഹയർ പ്രിവലൻസ് ദാൻ നാഷണൽ ആവറേജ്. നാഷണൽ ആവറേജ് വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടി ഹൈപ്പർ ടെൻഷന്റെ പ്രിവലൻസ് കൂടുതലാണ്. സോ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതായത് പ്രോപ്പർ ആയിട്ട് ഓവർ ദ പീരീഡ് നമുക്ക് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടോ എന്നുള്ളത്. എസ്പെഷ്യലി ഫോർ ദോസ് ഹു ഹാവ് ഹെറിഡിറ്ററി ഫീച്ചേഴ്സ് ഉള്ളവർക്ക്, അതായത് അച്ഛനും അമ്മയ്ക്കും ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ പീരിയോഡിക് ആയിട്ട് ഇതിനെ പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. അതിൽ പ്രീ ഹൈപ്പർ ടെൻസീവ് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് മെഡിക്കേഷൻസ് എടുക്കുക, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസോ വരുത്തുക എന്നുള്ളതാണ് പറയുന്നത്. ദിസ് ഫിനോമിന പെർസിസ്റ്റിംഗ് റാങ്ക് ഓർഡർ ഓഫ് ബ്ലഡ് പ്രഷർ ഹാസ് ബിൻ ഡിസ്ക്രൈബ്ഡ് ആസ് ട്രാക്കിംഗ്. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ നമ്മൾ മോണിറ്റർ ചെയ്തതിനാണ് ട്രാക്കിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, റിസ്ക് ഫാക്ടേഴ്സ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളവരാണ് ഇതിന് കൂടുതൽ വരാൻ സാധ്യത എന്നാണ് പറയുന്നത്. നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സും മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട് ഇതിനകത്ത്. നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം തീരുമാനമെടുത്ത് മാറ്റാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സിനാണ് നമ്മൾ മോഡിഫയബിൾ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത, അതായത് ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജീനിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ നോൺ മോഡിഫയബിൾ മോഡിഫയബിൾ എന്ന് പറയുന്നത്. സോറി, മോഡിഫയബിൾ എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്നതും നോൺ മോഡിഫയബിൾ എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റാത്തതും. ഓക്കെ, സോ നോൺ മോഡിഫയബിൾ വരുന്ന ഏജ്, സെക്സ്, ജനറ്റിക് ഫാക്ടേഴ്സ്, എത്നിസിറ്റി, ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന സാധനങ്ങളല്ല, അല്ലെ? ഏജ് നമുക്ക് മാറ്റാൻ പറ്റില്ല, സെക്സ് നമുക്ക് മാറ്റാൻ പറ്റില്ല, ജനറ്റിക് ഫാക്ടേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റില്ല, എത്നിസിറ്റി ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. സോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്താ പറയാ, റിസ്ക് ഫാക്ടർ കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കെയർ എടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഏജ് എന്ന് പറഞ്ഞാൽ ഏജ് കൂടുന്ന അനുസരിച്ച് ബ്ലഡ് പ്രഷർ കൂടുന്നതാണ് പറയുന്നത്. ബട്ട് ഏജ് കൂടുന്ന നമുക്ക് തടയാൻ പറ്റില്ല. സെക്സ് ഓൾസോ early in life there is little evidence of difference in blood pressure. However, adolescents men display higher average. ചെറുപ്പത്തിൽ മെന്നിനും ഫീമെയിലിനും ഏകദേശം സെയിം ആണ്, ബട്ട് പ്രായം കൂടുന്ന അനുസരിച്ച് മെന്നിനാണ് ഹയർ ആവറേജ് എന്ന് പറയുന്നത്. ജനറ്റിക് ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഈ ചേഞ്ചിന് സിക്സിനൊക്കെ കൂടുതൽ വരുന്നതെന്നാണ് പറയുന്നത്. ബ്ലഡ് പ്രഷർ ലെവൽ ആർ ഡിറ്റർമൈൻഡ് ഇൻ പാർട്ട് ബൈ ജനറ്റിക് ഫാക്ടേഴ്സ്. ദാറ്റ് ഇൻഹെറിറ്റൻസ് ഇസ് പോളിജനിക്. പോളിജനിക് എന്ന് പറഞ്ഞാൽ രണ്ട് മക്കൾക്കും വരാനുള്ള സാധ്യതയുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, എത്നിസിറ്റി ആണ് നേരത്തെ പറഞ്ഞത്. ബ്ലാക്ക് അമേരിക്കൻസിന്, ആഫ്രിക്കൻസിനൊക്കെ കൂടുതൽ കൂടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ജെയിൻസിന്, സെക്സിനൊക്കെ ഈ ബ്ലഡ് പ്രഷർ കൂടാനുള്ള റിസ്ക് ഫാക്ടർ കൂടുതലാണ്. ഓക്കെ, മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ദാറ്റ് ഈസ് വൺ ഈസ് ഒബേസിറ്റി, സോൾട്ട് ഇൻടേക്ക്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻടേക്ക്, ഡയറ്ററി ഫൈബർ, ആൽക്കഹോൾ ആൻഡ് ഹാർട്ട് റേറ്റ്. ഒബേസിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് കൂടുന്നതനുസരിച്ച് റിസ്ക് ഫാക്ടർ കൂടും. സോ മാക്സിമം വെയിറ്റ് കുറച്ച് നോർമൽ BMI കൊണ്ടുവരാൻ ശ്രമിക്കുക. ഉപ്പിന്റെ ഇൻടേക്ക് കുറയ്ക്കുക, സാച്ചുറേറ്റഡ് ഫാറ്റുകളുടെ ഇൻടേക്ക് കുറയ്ക്കുക, ഫൈബേഴ്സ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ കുറയും. ആൽക്കഹോൾ നിർത്തുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയും. ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് ഒക്കെ നോർമലിലേക്ക് വരും, അപ്പോഴും നമുക്ക് ബ്ലഡ് പ്രഷർ കുറയും. ഫോർ ദാറ്റ് വി ക്യാൻ ഡു ഫിസിക്കൽ ആക്ടിവിറ്റി, എൻവിറോൺമെന്റൽ സ്ട്രെസ്, സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ആൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. ഇതെല്ലാം എന്താണ്, മോഡിഫയബിളുടെ അണ്ടറിൽ വരുന്നതാണ്. സ്റ്റിൽ യു ക്യാൻ മോഡിഫൈ ദീസ് ആൻഡ് ഗെറ്റ് എ പ്രോപ്പർ ബ്ലഡ് പ്രഷർ. ഇനി പ്രിവെൻഷനിലേക്ക് വരുമ്പോൾ രണ്ട് രീതിയിലാണ് പ്രിവെൻഷൻ വരുന്നത്. പ്രൈമറി പ്രിവെൻഷനും സെക്കൻഡറി പ്രിവെൻഷനും. പ്രൈമറി പ്രിവെൻഷനിൽ ഫുൾ പോപ്പുലേഷന് കൊടുക്കുന്ന സ്ട്രാറ്റജി ഉണ്ട്, ഈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന സ്ട്രാറ്റജി ഉണ്ട്, പിന്നെ സെക്കൻഡറി പ്രിവെൻഷനും ഉണ്ട്. പോപ്പുലേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, മെയിൻലി എഡ്യൂക്കേറ്റ് ചെയ്യുക ആൾക്കാരെ. ഇങ്ങനെയൊക്കെയാണ് ഹൈപ്പർ ടെൻഷൻ, ഇന്നതൊക്കെയാണ് ഹൈപ്പർ ടെൻഷന്റെ പ്രശ്നങ്ങൾ, ഇന്ന കണ്ടീഷൻസ് ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് വെയിറ്റ് കൂടുതലുള്ളവർക്ക്, സെഡൻറ്ററി ലൈഫ് ഉള്ളവർക്ക്, സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതൽ കഴിക്കുന്നവർക്ക്, സോൾട്ട് കൂടുതൽ കഴിക്കുന്നവർക്ക്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാരെ. സോ അവര് പ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഹൈപ്പർ ടെൻഷൻ വരാണ്ടിരിക്കും. സോ ദാറ്റ് ഇസ് പ്രൈമറി പ്രിവെൻഷൻ അല്ലേ. സോ അതിനകത്തുള്ള ഡയറ്ററി ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്. റെഡ്യൂസ് സോൾട്ട് ഇൻടേക്ക് ടു ആൻ ആവറേജ് നോട്ട് മോർ ദാൻ 5 gram പെർ ഡേ. 5 ഗ്രാമിന് മുകളിൽ സോൾട്ട് ഇൻടേക്ക് ചെയ്യാണ്ടിരിക്കുക. മോഡറേറ്റ് ആയിട്ട് ഫാറ്റ് ഇൻടേക്ക് ചെയ്യുക, ആൽക്കഹോൾ കുറയ്ക്കുക, സ്മോക്കിംഗ് കുറയ്ക്കുക. റെസ്ട്രിക്ഷൻ ഓഫ് എനർജി ഇൻടേക്ക് അപ്രോപ്രിയേറ്റ് ബോഡിക്ക് ആവശ്യമുള്ള എനർജി മാത്രം കഴിക്കുക. വെയിറ്റ് കുറയ്ക്കുക, എക്സസൈസ് പ്രൊമോട്ട് ചെയ്യുക, ബിഹേവിയേഴ്സ് കുറയ്ക്കുക, അതായത് സ്ട്രെസ്സും സ്മോക്കിംഗ് കുറയ്ക്കുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പ്രൈമറി പ്രിവെൻഷൻ അണ്ടറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതേ കാര്യങ്ങളൊക്കെ തന്നെ റിസ്ക് ഉള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ച് ചെയ്യാം. മറ്റേത് ഹോൾ പോപ്പുലേഷന് ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ പബ്ലിക് മീറ്റിംഗ്സിലൊക്കെ പോയിട്ട് ചെയ്യേണ്ടതാണ്. ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ
നമ്മൾ ഇത്ര ടെസ്റ്റ് ചെയ്തിട്ട് റിസ്ക് ആണെന്ന് അറിയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹൈ റിസ്ക് സ്ട്രക്ചർ ചാർട്ടിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് ഇവരെ പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്തിട്ട് ഇവരെ ബ്ലഡ് പ്രഷർ ഒക്കെ ട്രാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുക. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഓൾറെഡി വന്ന ആൾക്കാർക്ക് ചെയ്യേണ്ട പ്രിവെൻഷൻ ആണ്. അതിനകത്ത് നമുക്ക് ഏർലി ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ആണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂൾ ഓഫ് ഹാർട്സ് ഇവിടെയും നമുക്ക് എടുത്തു പറയാൻ പറ്റും. കാരണം ഹൈപ്പർ ടെൻഷൻ ഉള്ള പകുതി പേര് മാത്രമേ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുള്ളൂ. സോ പ്രോപ്പർ ആയിട്ട് എല്ലാവർക്കും ഹൈപ്പർ ടെൻഷൻ ടെസ്റ്റുകൾ അല്ലെങ്കിൽ BP ചെക്കപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഏജ് കഴിഞ്ഞ്. ഇങ്ങനെ നമുക്ക് ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷറിനനുസരിച്ച് മെഡിക്കേഷൻസ് എടുക്കുക. ആയുർവേദ ആയാലും അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും വിച്ച് എവർ യു പ്രിഫർ, യു ക്യാൻ ടേക്ക് ദി മെഡിക്കേഷൻസ് ടു റെഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ. പേഷ്യന്റ് കോംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുക മാത്രമല്ല, നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഒരു ടേബിൾ പറഞ്ഞേക്കുന്നത് എന്തൊക്കെ മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ എത്രത്തോളം ബ്ലഡ് പ്രഷർ കുറയും എന്നാണ് പറയുന്നത്. വെയിറ്റ് റിഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ BMI 18.5 to 24.9 നോർമൽ BMI. അത്രയും വരികയാണെങ്കിൽ 5 to 20 mm of Hg per kilogram per 10 kilogram of weight ലോസിന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അതായത് നമ്മളൊരു 10 കിലോ കുറയ്ക്കുകയാണെങ്കിൽ 5 to 20 mm Hg വരെ പ്രഷർ കുറയും. ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത് ഡയറ്ററി അപ്രോച്ച് സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ, അതായത് ഡാഷ് ഡയറ്റ് എന്ന് പറയും. സോ എന്താണ് ഡാഷ് ഡയറ്റ് എന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഡാഷിന്റെ ഫുൾ ഫോം ഡയറ്ററി അപ്രോച്ച് സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ ഡാഷ് ഡയറ്റ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഫൈബർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് 8 to 14 mm Hg ഹൈപ്പർ ടെൻഷൻ വരെ കുറയ്ക്കാൻ പറ്റും. സോ സോഡിയം റിഡക്ഷൻ, ഡയറ്ററി സോഡിയം റിഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 to 8 mm Hg കുറയ്ക്കാൻ പറ്റും. ഫിസിക്കൽ ആക്ടിവിറ്റി, എയറോബിക് ഫിസിക്കൽ ആക്ടിവിറ്റി, ബ്രിസ്ക് വാക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ 4 to 9 mm Hg കുറയ്ക്കാൻ പറ്റും. ആൽക്കഹോൾ കൺസപ്ഷൻ കുറയ്ക്കുകയാണെങ്കിൽ 2 to 4 mm Hg. സോ നിങ്ങൾക്ക് നോക്കാം, ഇപ്പൊ 160 ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാളോട് വെയിറ്റ് കുറയ്ക്കാൻ പറയാം, ഡാഷ് ഡയറ്റ് എടുക്കാൻ പറയാം, സോഡിയം കുറയ്ക്കാൻ പറയാം, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറയാം. അപ്പോൾ 5 to 20, 8 to 14, 2 to 8 to 4 to 9 ഒക്കെ പറയുമ്പോഴത്തേക്ക് അയാൾ നോർമൽ ഹൈപ്പർ ടെൻഷനിലേക്ക് വരും. സോ അങ്ങനെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്ത് വിടാം. ഇതിനകത്ത് നമുക്ക് ഈ കാറ്റഗറൈസേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അഗെയിൻ ടൈപ്സ് ഓഫ് ഹൈപ്പർ ടെൻഷൻ, എന്താണ് പ്രൈമറി, എത്ര ശതമാനമാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ വരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, വിച്ച് ഇസ് 90%. റൂൾ ഓഫ് ഹാർസ് ഏതിലാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അത് ഹൈപ്പർ ടെൻഷനിലാണെന്ന് ഓർത്ത് വെക്കുക. ഇൻസിഡൻസ് ഒക്കെ you just go through it, and there are two factors, modifiable and non-modifiable. പ്രിവെൻഷനിലെ പ്രൈമറിയും സെക്കൻഡറിയും പ്രിവെൻഷൻ ഉണ്ടെന്നുള്ളതും, പ്രൈമറി പ്രിവെൻഷനിലെ പോപ്പുലേഷൻ മൊത്തം കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പോപ്പുലേഷൻ സ്ട്രാറ്റജി. റിസ്ക് ഉള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നതാണ് ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്നുള്ള ഓർത്ത് വെക്കുക. ആൻഡ് അഗൈൻ വെൻ ഇറ്റ് കംസ് ടു ന്യൂട്രീഷൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് വാട്ട് ഡാഷ് ഡയറ്റ് അഥവാ ഡയറ്ററി അപ്രോച്ച് സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഇത്രയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.